ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFിനെ തൂത്തുവാരി UDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് പ്രതീക്ഷിച്ച LDFിന് കാലിടറി. വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ചതിൽ ആവേശപ്രകടനം നടത്തി UDF. ചരിത്രകൊതിപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFിന് ലഭിച്ചത്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ നിയോജകമണ്ഡലങ്ങളിൽ വരെ UDFിന് വലിയ മുന്നേറ്റമാണ് നേടാനായത്. കോൺഗ്രസിന്റെ കൈക്കൊമ്പിളിലാണ് കോഴിക്കോട് നിന്ന് തെളിയിക്കുന്ന വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. 4ാം തവണത്തെ വിജയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവൻ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 4ാം തവണയും തന്റെ മണ്ഡലം സ്വന്തമാക്കാൻ സാധിച്ചതിന്റെ ആവേശത്തിലാണ് MK രാഘവൻ. കോഴിക്കോട് തിരികെ പിടിക്കാനായി രാജ്യസഭാ MP കൂടിയായ എളമരം കരീമിനെയാണ് CPM പുറത്തിറക്കിയിരുന്നത്. എന്നാൽ മണ്ഡലത്തിൽ വേണ്ടത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്ന് പറയാം. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയതു മുതൽ MK രാഘവന്റെ വോട്ടുകൾ ഉയർന്നു തന്നെയാണ് ഇരുന്നത്. കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, ബാലുശ്ശേരി, എലത്തൂർ, കുന്നമംഗലം, കൊടുവള്ളി എന്നിവിടങ്ങളിലെല്ലാം MK രാഘവന്റെ ഒപ്പം ജനങ്ങൾ നിന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. 4ാം തവണയും MP ആകുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് MK രാഘവൻ വിജയിച്ചത്. സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് മുന്നേറിയത്. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ മാത്രമാണ് KK ശൈലജയ്ക്ക് മുന്നേറാനായത്. പിന്നീട് പിറകിലേക്ക് പോവുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വിജയിക്കുമെന്ന് ഷാഫി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അത് ഏറെക്കുറെ ഉറപ്പിക്കുന്ന തരത്തിലാണ് ഷാഫിയുടെ ലീഡ് ഉയർന്നിരുന്നത്. കോഴിക്കോട്, വടകര, വയനാട് മണ്ഡലങ്ങളിൽ MK രാഘവനും ഷാഫി പറമ്പിലിനും രാഹുൽ ഗാന്ധിയുടെയും വിജയത്തിൽ UDF പ്രവർത്തകർ ഇളകിമറിച്ചു. മധുരം നൽകിയും വാഹനങ്ങൾ ജാഥയായും UDF പ്രവർത്തകർ വിജയത്തെ ആഘോഷിച്ചു. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.